ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ അതും കൊണ്ട് ചെയ്തിട്ട് എനിക്ക് മൈലേജും ഭയങ്കരമായിട്ട് കിട്ടി. K2K ചെയ്തിട്ട് എനിക്ക് ആകെ 6500 രൂപയുടെ ഫ്യൂവലാണ്. നമ്മൾ ലഡാക്ക് പോകുമ്പോഴാണ് ഖർദുംഗല എന്ന് ബോർഡ് കാണുമ്പോ നമുക്ക് അവിടം വരെ എത്തിപ്പെടുമ്പോ ഖർദുംഗല ആ പോയിന്റിലെ പീക്കിലെത്തുമ്പോ നമ്മൾ ഈ വന്ന് അത് ഇവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഓടി വന്നതിനൊരു ഭയങ്കര ഒരു നിർവൃതി ഉണ്ട്, ആത്മനിർവൃതി. അതെ, എന്ന് പറഞ്ഞാൽ ബോർഡർ കണ്ട് ഞങ്ങൾ അവിടെ പക്ഷെ ഇവന്മാർ നമ്മുടെ വണ്ടിമേലേക്ക് വന്നിട്ട് ശക്തിയായിട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ തന്നെ ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലം, നമ്മൾ ഇത്ര രാത്രി ഇത്ര കിലോമീറ്റർ ഓടി ആ ക്ഷീണത്തോടുകൂടി ഓടി ചെല്ലണം. അതിൻ്റെ ഞാൻ കയറി ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, 1 മണിക്കൂറൊന്നും എടുത്തില്ല. ഓക്കെ, അപ്പം ഈ 1,00,000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ വണ്ടികൾ എടുക്കുന്നത് ബെറ്റർ ആണോ, ഒരു നല്ല ഓപ്ഷൻ ആണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരുണ്ടല്ലേ? അപ്പം ഈ ഒരു വണ്ടിയും ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ഫ്രണ്ടിലെ ഹെല്ല ലൈറ്റ്സും അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സുകളും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു യാത്രയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മൾ കുറച്ച് നാളായിട്ട് യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ഇന്നും അതുപോലുള്ള യാത്രാവിശേഷം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിലോട്ടുള്ള യാത്രയുടെ വിശേഷമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇവിടുന്ന് നേപ്പാൾ പോകണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്നാണ് നിങ്ങൾക്ക് ഒരു വിചാരം. അതായത് ഇന്ത്യയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്ത് കിടക്കുന്ന അയൽ രാജ്യമായ നേപ്പാൾ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്യാമോ? അല്ലെങ്കിൽ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. നിങ്ങളുടെ മനസ്സിൽ എത്ര സമയം എടുക്കുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അത് വളരെ സർപ്രൈസിങ് ആണ്. വേറെ ആരും എനിക്ക് തോന്നുന്നില്ല ഇത്രയും സമയം കൊണ്ട് അവിടെ എത്തി എന്നുള്ളത്. വലിയ എഫേർട്ട്, എത്ര സമയത്തിനുള്ളിൽ എത്തണം അല്ലെങ്കിൽ ഒരു റെക്കോർഡ് സ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ പോയി എത്തിയതല്ല. നോർമലി ഡ്രൈവ് ചെയ്ത് എഫേർട്ട്ലെസ് ആയിട്ട് പോയിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ ഏതായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. നമ്മൾ വീഡിയോയിൽ അത് സംസാരിക്കും എത്ര സമയം കൊണ്ട് അവിടെ എത്തി എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം അവരോട് തന്നെ ചോദിക്കാം. ഞാനായിട്ട് എന്തിനാണ് പറയുന്നത്? അവർ എക്സ്പീരിയൻസ് ചെയ്തവർ തന്നെ സംസാരിക്കുന്നതായിരിക്കും അതിൻ്റെ ഭംഗി അല്ലേ? അപ്പം നമുക്ക് അവരെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം ഇവരാണ് ആ യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തിയവർ. അവരോടാണ് നമ്മൾ വിശേഷങ്ങൾ ചോദിക്കാൻ വന്നത്. ആദ്യം തന്നെ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് ബ്രോ. രണ്ടുപേരുടെ ബിനീഷ്, നമ്മുടെ ഗിരീഷ് മറ്റേ പരസ്യത്തിൽ പറഞ്ഞ പോലെ. അതുപോലെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്? എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു വർക്ക്ഷോപ്പും 2 വീലറിൻ്റെ ഓവർ ഡ്രൈവ് മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ തിരുപ്പൂണിത്തുറ തന്നെ നമ്മളൊരു 15-16 വർഷമായിട്ട് നടത്തുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹെൽത്ത് ക്ലബ്ബ്, ജിമ്മുണ്ട് ലേഡീസിൻ്റെ, ഹിഡുംബ ഫിറ്റ്നസ് ക്ലബ്ബ്, പിന്നെ ഒരു ചെറിയ സ്റ്റുഡിയോ. അതാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വാഹന സംബന്ധമായ പരിപാടികൾ. വാഹനത്തോടുള്ള ഇഷ്ടമാണ്. ഞാൻ ഒരു ടൂർ കമ്പനി നടത്തുകയാണ്. അതായത് ഹൈലൈൻ ടൂർസ് എന്നും പിന്നെ ഒരു റെൻ്റ് കാർ ഡിവിഷൻ ഉണ്ട് കളമശ്ശേരിയിൽ. ട്രാൻസ് കാർസ് ഉണ്ട്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ലൈസൻസ്ഡ് റെൻ്റ് കാർ സ്ഥാപനമാണ്. അപ്പം യാത്രയോടുള്ള ഇഷ്ടം കൊണ്ട് ട്രാവൽ കമ്പനി തുടങ്ങി. അത് പിന്നെ ഒരു യാത്രയുടെ ഭാഗം കൂടിയാണല്ലോ. പാഷൻ പ്രൊഫഷൻ. യാത്രകൾ, അതെ. ഞങ്ങൾ യാത്ര ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന യാത്രകളൊന്നും ചെറിയ ഷോർട്ട് റൈഡ് ആണെങ്കിലും മിസ്സാക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഗിരി നമുക്ക് എവിടെയെങ്കിലും പോയാലോ? അപ്പൊ തന്നെ കിട്ടുന്നത് പോലെ എവിടെയാന്ന് വെച്ചാൽ സൈക്കിളിനാണെങ്കിൽ സൈക്കിളിന്, മോട്ടോർ സൈക്കിളിനാണെങ്കിൽ മോട്ടോർ സൈക്കിൾ, കാറ്, ഒന്നുമില്ല. ഞങ്ങൾ ആക്ച്വലി നേരത്തെ തുടങ്ങിയത് SD റോഡ് കിങ്ങിലൊക്കെ ആയിരുന്നു ആദ്യം ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുള്ളറ്റ് മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്. ഞങ്ങളിപ്പോൾ അതായത് നമ്മുടെ എറണാകുളത്തെ ആദ്യത്തെ ക്ലബ്ബായിരുന്നു ബുള്ളറ്റ് ബുദാസ്. അപ്പൊ ഞങ്ങളുടെ അതായത് മാരേജിനൊക്കെ മുമ്പ് തന്നെയുള്ള എക്സ്ട്രീം റൈഡുകളെല്ലാം അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെയും ഇയാളുടെയും തന്നെ നമ്മുടെ ഒരു റൈഡിങ് കൺസെപ്റ്റ് തന്നെ ചേഞ്ച് ആയത് നമ്മൾ ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ആ സമയം തൊട്ടേ നമ്മൾ ക്ലബ്ബിൽ ആക്റ്റീവാണ്. ഇപ്പോഴും ക്ലബ്ബ് റണ്ണിങ് ആണ്. ഇയർലി 1-2 നല്ല റൈഡുകളൊക്കെ നടത്താറുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഒരു റൈഡിങ് ലൈഫ്. പിന്നെ സൈക്കിളിൽ ഞാൻ ഒരു
ഒന്ന് രണ്ട് വലിയ സൈക്കിളിനൊക്കെ പോയിട്ടുണ്ട്, മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. അതെ, കൊച്ചി ടു മൂന്നാർ. അതെ അതെ, ഒരു 100 കിലോമീറ്റേഴ്സ് വരുന്നത്. അതും നോർമൽ 100 അല്ല, ഹില്ലി ഏരിയ ആണ്. ഓക്കെ. പിന്നെ പാലക്കാട് ഇങ്ങോട്ട് പാലക്കാടോ? അത് അതിനെക്കാട്ട് ദൂരമല്ലേ? അതെ, പക്ഷെ അത് നമുക്ക് ഹൈവേ അല്ലേ, മറ്റേത് എലിവേറ്റഡ് അങ്ങനത്തെ എലിവേഷൻ വ്യത്യാസം ഉള്ളതുകൊണ്ട്. എന്നാലും സൈക്കിളും പിന്നെ മോട്ടോർ സൈക്കിളിലും പിന്നെ ഫോർച്യൂണർ മേടിച്ച്. അതിന് മുമ്പ് ഡസ്റ്റർ ഉണ്ടായിരുന്നു. ഡസ്റ്ററിൽ നമ്മൾ അത്യാവശ്യം ബോറെല്ലാം പോയിട്ടുണ്ട്. ഓക്കെ. അതെ, ഡസ്റ്റർ 4x4 അതൊരു അടിപൊളി മെഷീനായിരുന്നു. അത് ഏകദേശം നമ്മളൊരു 1,00,000 കിലോമീറ്റർ അടുത്ത് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് മാറ്റിയിട്ട് അഗൈൻ 4x4 മാനുവൽ ഫോർച്യൂണർ. അതെ, ഫോർച്യൂണർ ആക്ച്വലി നമ്മൾ ഫോർച്യൂണർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇത് ഞാനും കൂടി 4x4 വേണം എന്നുള്ള കാര്യം മസ്റ്റായിരുന്നു. കാരണം കുറച്ച് നാളായിട്ട് നമ്മൾ 4x4 യൂസ് ചെയ്യണതുകൊണ്ടും ഇനി അങ്ങോട്ടും ദൈവം അനുഗ്രഹിച്ചാൽ നമ്മൾ 4x4 ഉള്ള യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ട് 4x4 തന്നെ എടുത്താണ് ഇത്. കുറേ അന്വേഷിച്ച് ഡൽഹി അങ്ങനെ പല സ്ഥലങ്ങളിലും നോക്കി അവസാനം നമുക്ക് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുനിന്ന് തന്നെ വണ്ടി കിട്ടി. നമ്പറൊക്കെ കേരള വണ്ടി. അപ്പം ഇവിടുന്ന് ആകുമ്പോൾ സർവീസ് ഹിസ്റ്ററി എടുക്കാനോ നമ്മളിപ്പോൾ എടുത്തപ്പോഴേക്കും എടുത്തത് 1,06,000 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 1,32,000 കിലോമീറ്റർ ആയി. ഓക്കെ. അപ്പം ഈ 1,00,000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ വണ്ടികൾ എടുക്കുന്നത് ബെറ്റർ ആണോ, ഒരു നല്ല ഓപ്ഷൻ ആണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ. അല്ല, ടൊയോട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1,00,000 കിലോമീറ്റർ ഒന്നും അതിനൊരു വിഷയമുള്ള കേസല്ല. വെൽ മെയിൻറ്റൈൻ ആണെങ്കിൽ പെർഫെക്റ്റ്. ഇപ്പൊ ലാസ്റ്റ് സർവീസ് ഷോറൂം സർവീസ് വേറൊരു ഇതുണ്ടായി. ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ബേസിക്കലി ഒരു ടെക്നീഷ്യനാന്ന് പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക്. ഇതിന്റെ ലാസ്റ്റ് സർവീസ് ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്തത്. അത് ഇതിന്റെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ഞാൻ ഒറിജിനൽ മേടിച്ചു. അഡിനോൾ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ഓയിലാണ് ഞാൻ മറ്റുള്ള വണ്ടികൾ ഉപയോഗിക്കുന്നത്. ജർമ്മൻ ബ്രാൻഡാണ്. ആ ഇതിട്ട് ഞാൻ എൻ്റെ വീടിന്റെ കാർ പോർച്ചിലിട്ട് സർവീസ് കംപ്ലീറ്റ് ചെയ്തു. ഞാനും ഉണ്ടായി, എൻ്റെ ഒരു അനിയനും ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റക്ക് ഇത് അടിയിൽ നമുക്ക് ലിഫ്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും എല്ലാം ചെയ്ത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 10-600 കിലോമീറ്റർ ഓടിച്ച് സ്റ്റിൽ അടിപൊളിയാണ്. മിക്കവാറും ഇനിയുള്ള സർവീസുകൾ ഞാൻ കൂടുതൽ ഞാൻ തന്നെ സാധ്യത. സ്വന്തം വണ്ടിയല്ലേ നമുക്ക്. അല്ല, ഇതിലിപ്പോൾ നമ്മളൊന്നും ഇപ്പോൾ 1:30 സർവീസ് കഴിഞ്ഞു ചെയ്തത്. നമ്മൾ കമ്പനി ചെയ്തത് ഭയങ്കര പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ പോയി വന്നപ്പോഴേക്കും ഇതിൻ്റെ അതെ ഇഷ്ടമുള്ളൊരു ഫീൽഡും ആയതുകൊണ്ട് ഇതിൻ്റെ കുറേ ക്ലിപ്പുകൾ ബോൾട്ടുകളൊക്കെ ലൂസൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് അത് അയച്ചൊക്കെ എല്ലാം കറക്റ്റ് ചെയ്തപ്പോഴേക്കും വിചാരിച്ചു എന്നാൽ ഇത് ഇത്രയൊക്കെ ഉള്ളൂ സർവീസ്. ഞാൻ നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ അതങ്ങോട്ട് ചെയ്ത് ഫുൾ സർവീസ് സ്വന്തമായിട്ട് അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് ചെയ്തു. ഓക്കെ. അപ്പം യാത്രകളെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം നമ്മൾ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ് യാത്ര ചെയ്യാൻ വലിയ SUV കാറ് പിന്നെ മസ്റ്റെന്നല്ല, സൈക്കിൾ ഉണ്ടായിരുന്നു. സൈക്കിളിൽ തന്നെ പോകുന്നു. ഇപ്പം ഉണ്ട്, അതിൽ പോകാറുണ്ട്. നടന്നു വരെ ആൾക്കാർ യാത്രകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ഈ യാത്രയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ 2 പേരാണോ പോയത്? അല്ല, ഞങ്ങൾ മൊത്തം 5 പേരുണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയനും പിന്നെ നമ്മുടെ കസിൻസ് 2 പേരും. ഓക്കെ. നിങ്ങൾ 5 പേരാണ് പോയത്. ഓക്കെ. അപ്പം യാത്ര പ്ലാനിങ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? വണ്ടിയുടെ പ്രിപ്പറേഷൻസ് എന്തൊക്കെ ചെയ്തു? ശരിക്കും വണ്ടിയുടെ പ്രിപ്പറേഷനൊക്കെ ശരിക്കും പിന്നീടാ വന്നത് അല്ലേ? അതായത് വണ്ടി പ്രിപ്പയർ ചെയ്തത് ഇവരാരും അറിഞ്ഞില്ല. ഇവരെല്ലാവരും ഓക്കെ നമുക്ക് ഫോർച്യൂണറിന് പോവാം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവരോട് പലരോടും ഗ്രൂപ്പിൽ അപ്പം തന്നെ നമ്മുടെ എല്ലാവരും ചെയ്യണ പോലെ മലയാളികളൊക്കെ ചെയ്യണ പോലെ ഗ്രൂപ്പ് ഉണ്ടാക്കുമല്ലോ. ഇതിനു മുമ്പ് പ്രാവശ്യം നേപ്പാൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അത് പൊട്ടിപ്പോയി. അത് നമ്മൾ ബൈക്കിന് പോകാം. അല്ലല്ല, അത് വേറൊന്നുമല്ല. അത് അന്ന് അവിടെ ഒരു ഞങ്ങൾ ബൈക്കിന് പോകാൻ വേണ്ടി ഇന്റർസെപ്റ്റർ എടുത്തത് നേപ്പാളിൽ പോകാനാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ബിക്കിയും പിന്നെ ഗിരിയുടെ സുഹൃത്ത് ഞങ്ങൾ 4 പേരും കൂടി പോകാൻ വേണ്ടി. അവിടെ ഒരു മരണമൊക്കെ നേപ്പാളിൽ എവിടെ ഈ ഹോട്ടലിൽ അങ്ങനെ എന്തോ ടൂറിസം സംബന്ധമായിട്ട് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ പോകാൻ പറ്റില്ല. അതെനിക്ക് 2020-ലായിരുന്നു. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബാക്ക് പാക്കായിട്ട് ഞാനും ഗിരിയും കൂടി കിട്ടുന്ന ബസ്സും ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് പോവാം എന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാ. അപ്പൊ പിന്നെ ഗിരിയുടെ അനിയൻ വന്നു, അനിയന്റെ 2 കസിൻസും എല്ലാരും കൂടി വന്നപ്പോൾ ആക്ച്വലി പിന്നെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോഴേക്കും 19,000 23,000 ഒക്കെ. അപ്പൊ ഞങ്ങൾ 5 പേര് വൺ സൈഡ് അതാ ടൈം എവിടോട്ടുള്ളത്? ഗോരഖ്പൂർ വരെ അല്ല, ഫ്ലൈറ്റ് എങ്ങോട്ടുള്ളത്? കൊച്ചിൻ ഗോരഖ്പൂർ, കൊച്ചിൻ ചെന്നൈ ഗോരഖ്പൂർ അല്ലെങ്കിൽ കൊച്ചിൻ ബാംഗ്ലൂർ ഗോരഖ്പൂർ. അപ്പോൾ പിന്നെ എല്ലാം നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ്. പിന്നെ നമ്മൾ ഫോർച്യൂണർ മേടിച്ചപ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടായി, ഒരു ക്രോസ് കൺട്രി. അപ്പോൾ ക്രോസ് കൺട്രി ഞാൻ ഫാമിലി ആയിട്ട് പോകാൻ, ഞാനും ഇയാളുടെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് പോകാനായിട്ട് 2 വണ്ടിക്കൊക്കെ പോകാനുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ അന്നേരം ഈ മോള് ചെറുതായതുകൊണ്ടാണ് പിന്നെ ഫാമിലി തൽക്കാലം പെൻഡിങ് വെച്ച് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈക്കിലല്ല ആദ്യത്തെ യാത്ര തുടങ്ങി?
ആദ്യം ബൈക്കിലായിരുന്നു. ഫസ്റ്റ് ലോങ് ജേർണി ഏതായിരുന്നു, അല്ലെ ബൈക്കിൽ ഏറ്റവും ദൂരം പോയിട്ടുള്ള എവിടെയായിരുന്നു? നമ്മൾ അന്നത്തെ ഇതിൽ ഏറ്റവും പോയത് ഗോവ പോയി, പിന്നെ ഗോവ കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ. ഏത് 2000 12 ഗോവ നമ്മള് 12 റൈഡർമാനേക്ക് പോയത്. 2011 മുതൽ 10 മുതൽ കണ്ടിന്യൂസ് റൈഡർമാനെ അതെ കണ്ടിന്യൂസ് 5-6 വർഷം ഗോവയിൽ റൈഡർമാനിക്ക് പോയി. പിന്നെ ഞങ്ങൾ അത് മാറ്റിയിട്ട് ക്ലബ് ആർ എം എന്ന് പറഞ്ഞ ബോബംസിയുടെ അത് ക്ലബ് ആർ എമ്മിൽ ഞങ്ങളുടെ ക്ലബ്ബ് ബുള്ളറ്റ് ബിദാസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ റെഡി ആകും. പക്ഷേ ഗിരി K2K അടിച്ചായിരുന്നു. ഞാൻ കാശ്മീർ ടു കന്യാകുമാരി ഏതില്? അത് ഹീറോ ഇമ്പൾസിലായിരുന്നു. 150cc. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഇത്തിരി ലൈറ്റ് വെയിറ്റ് ഒരു വണ്ടി എടുത്തു. അതുകൊണ്ട് ട്രാവൽ കംഫർട്ട് അടിപൊളിയാണ്. അതിൻ്റെ സസ്പെൻഷനൊക്കെ സൂപ്പറാണ്. ആ സമയത്ത് നമുക്ക് റോയൽ എൻഫീൽഡിൽ അന്ന് എൻ്റെ മാച്ചിസ്മോ 500 ആയിരുന്നു. അപ്പോൾ മാച്ചിസ്മോ 500 ഭയങ്കര ഹെവിയാണ് വണ്ടി. അപ്പോൾ നമ്മൾ ഇത്രയും എക്സ്ട്രീം ചെയ്യുന്നതിലേക്ക് നമുക്കത് അതെ. അപ്പോൾ ഈ ഇമ്പൾസ് ഭയങ്കര ലൈറ്റാണ്. 150cc. ഞാൻ അതിൽ കുറച്ച് പെർഫോമൻസ് ഒക്കെ ചെയ്തായിരുന്നു. അതെ, നമുക്ക് അങ്ങനെ അത് ഞാനൊരു ബിഗ് ബോർ കിറ്റൊക്കെ കയറ്റി ഹൈ ലിഫ്റ്റ് ക്യാം ഷാഫ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇത്തിരി സൂപ്പറാക്കിയായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ചെയ്തിട്ട് എനിക്ക് മൈലേജും ഭയങ്കരമായിട്ട് കിട്ടി. K2K ചെയ്തിട്ട് എനിക്ക് ആകെ 6500 രൂപയുടെ ഫ്യൂവലാണ്. വളരെ നല്ല വണ്ടിയായിരുന്നു ഇമ്പൾസ്. ഇപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യില്. പക്ഷെ വിജയിച്ചില്ല. പക്ഷെ എക്സ്പൾസ് എന്ന പേര് ഇറക്കി അവർ. പക്ഷെ ഇമ്പൾസ് നിർത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആൾക്കാരായിരുന്നു. ഇപ്പോഴും നമ്മൾ ആ വണ്ടിയും കൊണ്ട്, എൻ്റെ വണ്ടി അത്യാവശ്യം ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനിലായിരിക്കണം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും ആൾക്കാർക്ക് അതിനോട് ആവശ്യമുണ്ട് കേട്ടോ. കാണുമ്പോൾ ഈ സെന്നൊക്കെ കാണുന്ന പോലെ എവിടെ ചെന്നാലും ഒന്നും ചോദിക്കും, കിടക്കുന്നുണ്ടോ അല്ലേ? അതെ. ഓക്കെ. അപ്പം അങ്ങനെ ബൈക്കിലെ യാത്രകൾ, പിന്നെ കാറിലേക്കുള്ള യാത്രകൾ തുടങ്ങി. അപ്പം ഇതെടുത്തിട്ട് ആദ്യം പോയ യാത്ര ഏതായിരുന്നു? നിങ്ങൾ ഒരുമിച്ചായിരുന്നോ? ഇല്ല, ഇതെടുത്തിട്ട് നമ്മൾ ആദ്യം കൊടൈക്കനാൽ, മറ്റേ ഇവിടെ പോയില്ലേ കൊടൈക്കനാലിൽ ഇപ്പോൾ ഒരു വില്ലേജ് മറ്റേ മന്നവന്നൂർ അവിടെയൊക്കെ ഒന്ന് പോയായിരുന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഈ ലോങ് ഡ്രൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെയാണ് ഇത്. വണ്ടിയുടെ പ്രിപ്പറേഷൻസ് ഒന്നും പ്രത്യേകം ചെയ്തില്ല എന്ന് പറയുന്നു. പ്രത്യേകം ചെയ്തതില്ലേ, ഞാൻ പറഞ്ഞു ഇവരാരും അറിഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഓരോ തിരക്കിലായിരുന്നു. നമ്മൾ ഇത് മേഖലയിലായതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ഇന്ന ജോലി ചെയ്യണമെന്ന് നമ്മുടെ ഇതിലില്ല. ഞാൻ ഇതിൻ്റെ എല്ലാം ഫിറ്റ് ചെയ്തു. പിന്നെ റൂഫ് ബോക്സ്. മെയിനായിട്ട് നമ്മൾ ആ ലോങ് ട്രിപ്പിന് ചെയ്തത് ഇതൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യേണ്ട വന്നില്ല. വണ്ടി ഷോറൂമിൽ കൊടുത്ത് ഫുൾ സർവീസ് ചെയ്തു. ഡിസ്ക് പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടയറെല്ലാം നല്ല യോക്കോഹാമയുടെ വളരെ വിശ്വപ്രഖ്യാതമായ ടയർ തന്നെയാണല്ലോ, ജിയോ ലാൻഡർ. അത് ഒരു അനക്കം വന്നിട്ടില്ല, ഇനിയും ഓടാനുണ്ട് ടയർ. അതൊക്കെയാണ് ഇതിൽ ചെയ്തത്, പ്രിപ്പറേഷൻസ് ചെയ്തെന്ന് പറയാനായിട്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര സമയം കൊണ്ട് അവിടെ എത്തണം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്? ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായില്ല നമുക്ക്. നമ്മളിവിടുന്ന് ഈവനിങ് ഇറങ്ങി അന്ന് രാത്രി ഓടിച്ചിട്ട് എവിടെയെങ്കിലും സ്റ്റേ എടുക്കാനുള്ളൊരു പ്ലാനായിരുന്നു. സ്റ്റേ എടുക്കാൻ പറ്റേണ്ട ഒരു, അതായത് ഫോർച്യൂണർ നമ്മളോട് പറഞ്ഞ് ബാ മോനെ പോവാനുള്ള സ്കീമായിരുന്നു. അങ്ങനെ ഞങ്ങള് മാറി ഓടിച്ച് ഞങ്ങൾ എത്തും വിചാരിക്കില്ല. ഏകദേശം 46 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ സോലി ഗേറ്റ് എൻട്രി ചെയ്തു. നേപ്പാളിന്റെ ബോർഡറായ സുനോലി വരെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 4 മണിക്ക് ഇറങ്ങിയത്. വെളുപ്പിന് 4 മണി അല്ല, വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങി. എന്നിട്ട് പക്ഷെ അത് ഞങ്ങളൊരു ഉച്ചക്ക് 2 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചു. പക്ഷെ ജോലിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 4 മണിയായി ഇവിടുന്ന് ഇറങ്ങിയപ്പോ. 4-4:15 കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അപ്പൊ അതൊക്കെ അങ്ങ് പോയി. അതിനിടയിൽ നമ്മൾ യാത്ര പോണത് അറിഞ്ഞ് സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കള് പല സ്ഥലത്തുണ്ടല്ലോ, എല്ലാവരും നമ്മളെ മീറ്റ് ചെയ്യാനായിട്ട് പാലക്കാടും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് മധ്യപ്രദേശിൽ വെച്ച് വരെ കണ്ടു. അതായത് ഝാൻസിയിൽ വെച്ച് വരെ നമ്മുടെ സുഹൃത്തുക്കൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്ന വഴിയിൽ അവരെ കണ്ട് ഞങ്ങൾ അവിടെ കാണണമെന്ന് തന്നെ പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ മനു എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്. അപ്പൊ വീഡിയോ സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതായത് നമ്മളെ എല്ലാവരും നമ്മൾ യാത്ര ഇപ്പം നമ്മുടെ ബ്രദേഴ്സ് എല്ലാവരും ആണെങ്കിൽ കൂടിയും അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയാം. അപ്പം നമ്മൾ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞതിനേക്കാളും നല്ലതായിരുന്നു നമ്മൾ സ്റ്റാറ്റസ് ഇടും. അല്ലെങ്കിൽ ഇത് പിന്നെ നമുക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, വോക്കി ടോക്കീസ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ അതിനകത്ത് വീഡിയോസ് എല്ലാ വീഡിയോസും ഉണ്ട്, യാത്രയുടെ വീഡിയോസ്. നമ്മൾ ആക്ച്വലി ഈ യാത്ര തുടങ്ങിയ സമയത്ത് പ്ലാൻ ആയിരുന്നു, പേരൊട്ടിച്ച് ഇവിടുന്ന് ഇറങ്ങി കാറിന്റെ ഉള്ളിരുന്നാണ് ലോഗിൻ ചെയ്തത് ചാനൽ. സമയം കിട്ടില്ല ലാസ്റ്റ് മിനിറ്റിൽ. അപ്പോൾ അത്ര യാത്ര സംബന്ധമായ വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇനിയും യാത്ര ചെയ്യണത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കണം. നിങ്ങളത് ചെക്ക് ചെയ്യാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടുന്ന് ബാക്കി യാത്രയുടെ
കണ്ടിന്യൂഷൻ. ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ്? ഇവിടുന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഞങ്ങൾ നേരെ ബാംഗ്ലൂർ പോയിട്ട് പിറ്റേ ദിവസം ഒരു നാഗ്പൂരൊക്കെ എത്തിയിട്ട് സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു നൈറ്റും ഒരു ഡേയും ഫുള്ളായി. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്യാം. അപ്പോൾ 3-ാം ദിവസം പിന്നെ സുനോലി പിടിക്കാം എന്നും പറഞ്ഞ പോയത്. അപ്പം പ്ലാനിങ് എല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ നാഗ്പൂർ പാസ് ചെയ്തു. നാഗ്പൂർ വൈകുന്നേരം സമയത്ത് ഒരു 6 മണിക്ക് മുമ്പ് 5:30 ആയപ്പോൾ നാഗ്പൂർ പാസ് ചെയ്തു. നാഗ്പൂർ പാസ് ചെയ്തപ്പോൾ ഗിരി ചോദിച്ചു, നമ്മളിവിടെ സ്റ്റേ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടോ, അതൊക്കെ വിട്ടാലോ? എന്നാ പോയേക്കാന്ന് പറഞ്ഞു. കാര്യം ഞങ്ങളിപ്പോൾ ശരിക്കും ഞാനൊരു വണ്ടി വാങ്ങാൻ പോയാലും ഇയാളോട് ചോദിക്കും. അപ്പോൾ ഇയാൾ ഓക്കെ പറഞ്ഞെടുക്കും എന്ന് പറഞ്ഞ പോലെ ഇയാൾ വണ്ടി മേടിക്കാൻ മുമ്പ് എന്നോട് ചോദിക്കും. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളിത് 3-ാമത്തെ ഫോർച്യൂണർ ഇറങ്ങാണ്ട് നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ എന്നാൽ പിന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് വഴി കഴിക്കാനെടുത്ത സമയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എത്തി, നേരെ സുനോലി ബോർഡർ എത്തി. അതായത് ഇവിടുന്ന് ബാംഗ്ലൂർ, നാഗ്പൂർ, ഗോരഖ്പൂർ, സുനോലി. ഗോരഖ്പൂർ എന്നൊരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് സുനോലിയിലേക്ക്. കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് റോഡ് ഭയങ്കര മോശം. ഒരു ഗോരഖ്പൂർ ശരിക്കും പറഞ്ഞൊരു നമുക്ക് ഒരു ഉദ്ദേശിച്ച പോലെ നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. ഗോരഖ്പൂർ ചില സ്ഥലങ്ങൾ ഫ്ലോ കിട്ടാത്ത സ്ഥലങ്ങളാണ്, ഭയങ്കര കൺജസ്റ്റഡ്. പിന്നെ അതുപോലെ ഞങ്ങൾ ചെല്ലുന്ന ആ സമയങ്ങളിൽ അവിടെ എന്തോ ഈ വയലിലെന്തോ സൂര്യഭഗവാന്റെ ഒരു പൂജ പോലെയാണ് റോഡ് മൊത്തം ശരിക്കും കാണേണ്ട സംഭവം. അതായത് കുറെ കൃഷി സ്ഥലങ്ങളിൽ നിന്നും വെള്ളമുള്ള സ്ഥലത്ത് വന്നിട്ട് ഈ വെള്ളത്തിൽ നിന്നിട്ടാണ് ഇവർ ഈ പൂജ ചെയ്യണത്. അത് മിക്കവാറും എല്ലാ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ലേഡീസ് ആണ്. ഫാമേഴ്സിന്റെ ഒരു ഫെസ്റ്റിവൽ പോലെ. പക്ഷെ അത് സംഭവം വലിയ ട്രാക്ടറിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് റോഡിൽ നിന്ന് ഡാൻസ്, ഞാൻ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു. ചെറിയതൊന്നുമല്ല, അവിടെ ലോറിയിലാണ് വെച്ചിട്ടില്ലേ, 10,000-30,000 പാർട്സിനും മേലുള്ള സംഭവം വെച്ചിട്ടാണ് ഉത്സവം. ഒരു സ്ഥലത്തല്ല, ആ ഒരു റോഡിൽ ഒരു ഏരിയയിൽ മുഴുവൻ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റ് ഫുള്ള്. ഗോരഖ്പൂർ കയറിയപ്പോ ഞങ്ങൾ ചോദിച്ചു അത് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ആൾക്കാർ പറഞ്ഞത് ഇതാണ് സംഭവം. നിങ്ങൾ അതിന്റെ ഒരു ഭാഗമായി. ഞാൻ ഇറങ്ങി, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് നിങ്ങൾ പറഞ്ഞു ഈ പോയി വീഡിയോ, ഞാൻ വീഡിയോ എടുത്തപ്പോ അവര് ഭയങ്കര കോപ്പറേറ്റീവ്. ഞാൻ അവരോട് 2-3 ഡാൻസ് എന്നിട്ട് ഞങ്ങൾ നേരെ ഗോരഖ്പൂർ വന്നു, സുനോലി വന്നു. അവിടുന്ന് പിന്നെ നമുക്ക് ഈ ബോർഡ് കാണുമ്പോ വെൽക്കം ടു നേപ്പാൾ എന്നൊരു ബോർഡ് കാണുമ്പോ ഒരു പ്രത്യേക ഒരു ആവേശം. നമ്മള് ലഡാക്ക് പോകുമ്പോഴാണ് ഖർദുംഗല എന്ന് ബോർഡ് കാണുമ്പോ നമുക്ക് അവിടം വരെ എത്തിപ്പെടുമ്പോ ഖർദുംഗല പോയിന്റിലെ പീക്കിലെത്തുമ്പോ നമ്മൾ ഈ അത് ഇവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഓടി വന്നതിന് ഒരു ഭയങ്കര ഒരു നിർവൃതി ഉണ്ട്, ആത്മനിർവൃതി. അതെ, എന്ന് പറഞ്ഞാല് ബോർഡർ കണ്ട് ഞങ്ങൾ അവിടെ നമ്മൾ ഈ സ്പീഡോമീറ്ററിൽ ട്രിപ്പ് മീറ്ററിലേക്ക് നോക്കുമ്പോ ആദ്യത്തെ 100-200 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ കിലോമീറ്റർ ആവണല്ലോ, ഇത്ര കിലോമീറ്റർ ഓടി. ഇവിടുന്ന് ബാംഗ്ലൂർ ഫസ്റ്റ് റൈഡ് അല്ലേ? ഫസ്റ്റ് നമ്മള് ബാംഗ്ലൂർ ആ റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഇടയ്ക്ക് നിർത്തും ചായ കുടിക്കാൻ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അപ്പൊ കിലോമീറ്റർ പോകുമ്പോ ഇത് കേരളല്ലേ എന്നോടി എത്തും. ശരിക്കും നമുക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ പിന്നെ കേരളം വിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മള് തമിഴ്നാട്, ബാംഗ്ലൂരെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഗ്രാജുവലി കയറി 2,900 ചില കിലോമീറ്റർ എന്തോ ഉണ്ട് ഈ സുനോലി വരെ ബോർഡർ വരെ. ഞങ്ങള് ഇവിടുന്ന് 3 മണിക്ക് വൈകുന്നേരം എടുത്തിട്ട് ആ ദിവസത്തെ നൈറ്റ് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ഞങ്ങള് വെളുപ്പിന് 4 മണിക്കോ 3 മണിക്കോ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ, ചിക്ബല്ലാപൂർ, അനന്തപൂർ, നാഗ്പൂർ, അവിടെ നേരെ അങ്ങനെ. ഈ വേറൊരു കാര്യം നമുക്ക് പോണ ആൾക്കാർക്ക് ഒരു യൂസ്ഫുൾ പറഞ്ഞുതരാം. അതായത് ഈ നമ്മള് സുവോലി ബോർഡറിൽ കയറുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ക്യാഷ്, അതായത് നമ്മുടെ കറൻസിയില് അത് കുറച്ച് ക്യാരി ചെയ്യണം. അവിടെ നിന്ന് എടുക്കാൻ നോക്കരുത്. അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ അധികം ക്യാഷ് കയ്യിലെടുത്തില്ല. ഞങ്ങളെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ബൈ ക്യാഷ് തന്നെ വേണം. ഗൂഗിൾ പേ അവിടെ ഫംഗ്ഷൻ ആവില്ല. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു 5 പേരൊക്കെ പോണ യാത്രയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 20,000-25,000 നമ്മൾ ക്യാഷ് ക്യാരി ചെയ്യണത്. അത് ക്യാഷ് നമുക്ക് അങ്ങോട്ട് പോണ സമയത്ത് പല സ്ഥലങ്ങളിൽ
സ്ഥലങ്ങളിലും കുറച്ച് റോബറി ഒക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ട് നമ്മൾ അധികം ക്യാഷ് എടുക്കാതിരുന്നത്. അപ്പൊ ക്യാഷ് എടുത്താൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ച് വെച്ചിട്ട് പോകണം. അതേപോലെ നമ്മൾ ആ ബോർഡർ എത്തുമ്പോഴേക്കും ഒരുപാട് ബൈക്കുകളും എല്ലാം നമ്മുടെ ഒപ്പം വന്നിട്ട് എൻട്രി എടുത്ത് തരാം, പാസ് എടുത്ത് തരാം, പെർമിറ്റ് എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞു. അത് നമ്മളെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യും. ഗ്ലാസ് ഇട്ടൊക്കെ വന്ന് തട്ടുവാട്ട്. നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് അത്. അതെ, അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് നമ്മള് ഇത്രയും ഇതൊക്കെ അവിടെ ഈ ATM കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാവുന്ന എല്ലാം അവിടെ ഉണ്ട്. ഒരു വിഷയമില്ല, ഇവരുടെ ഒന്നും ആവശ്യം നമുക്കില്ല. ശരിക്കും അവിടുത്തെ ATM പൈസ എടുക്കാം. നമ്മളെ സമ്മതിക്കില്ല പൈസ എടുക്കാനായിട്ട്. നമ്മുടെ ഒപ്പം വന്ന് ഭയങ്കരമായിട്ട് 100 രൂപ, 50 രൂപ, 150 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം സഹിക്കണവര്. അത് കിട്ടാൻ വേണ്ടി അവരുടെ അത് വരുമാനമായിരിക്കും. 10 പേരെ 10 വണ്ടി കിട്ടിയാൽ അവരുടെ അതെ ഒരു അപ്രോച്ച് ചെയ്യുന്ന ഭയങ്കര നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു സർവീസ് ചെയ്ത് തന്നെ 100 രൂപ കൊടുക്കാൻ നമുക്ക് എന്താ പ്രശ്നമുള്ളത്? നമ്മൾ എത്ര പേർക്ക് പൈസ കൊടുക്കുന്നത് അതൊന്നും നമുക്കൊരു വിഷയമുള്ള കേസല്ല. പക്ഷെ ഇവന്മാര് നമ്മുടെ വണ്ടി മേലേക്ക് വന്നിട്ട് ശക്തിയായിട്ട് അടിക്കുക. അപ്പൊ നമ്മൾ തന്നെ ഒന്നും പരിചയമില്ലാത്ത സ്ഥലം, നമ്മൾ ഇത്ര രാത്രി ഇത്ര കിലോമീറ്റർ ഓടി ആ ക്ഷീണത്തോടുകൂടി ഓടി ചെല്ലണം. അതിന്റെ അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ചെറിയതായിട്ടൊന്നും അതിൽ ബോർഡറിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംഭവം, ഈ മൊബൈൽ നെറ്റ്വർക്കിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. കാര്യം ബോർഡർ ആയതുകൊണ്ട് മൊബൈൽ നെറ്റ്വർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വാട്സാപ്പിലാണെങ്കിലും എന്താണെങ്കിലും ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് നമുക്ക് തോന്നി. എൻ്റെ കയ്യിൽ ജിയോയും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ എല്ലാ ഇതുണ്ട്. ജിയോ, വോഡാഫോൺ, ഐഡിയ, എല്ലാ BSNL എല്ലാം ഉണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെ ഞങ്ങൾ ഈ യാത്ര പോകുന്നുണ്ട്. എൻ്റെ ഈ 4 പ്രൊവൈഡർ ഞാൻ സൂക്ഷിച്ചു. നമ്മൾ എങ്ങോട്ടാ എപ്പോഴാ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു രീതി അങ്ങനെയാ, എപ്പോഴേലും പോകണമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കവറേജ് പോവാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്കൊരു കോണ്ടാക്ട് പേഴ്സൺ ഉണ്ടായിരുന്നു അവിടെ, ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ ഒന്ന് കണ്ടുപിടിക്കാൻ സുനോലി ബോർഡറിൽ പുള്ളി പറയണ്ടോ, അത് അടിപൊളിയായിട്ട് ഞങ്ങളെ ട്രീറ്റ് ചെയ്തു. ഞങ്ങളുടെ 2 സുഹൃത്തുക്കളുണ്ട്, ബോബി എന്ന് പറഞ്ഞിട്ട് നേപ്പാളില് പുള്ളി മൂവാറ്റുപുഴക്കാരനാ, നാരായൺഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത്. ബോബിയും ജോസഫ് സാറ് സിക്കിംകാരനാണ്. അവര് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ബോബി അവിടെ ഒരു സ്കൂളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ കോവിഡ്, ഇപ്പൊ കൃഷിഭൂമി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പുള്ളി. ജോസഫ് സാർ അടുത്ത സ്കൂളിലെ മാഷായിരുന്നു, റിട്ടയറായി. ഇപ്പൊ അവരിങ്ങനെ കുറച്ച് സ്കൂളൊക്കെ ഇപ്പൊ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. 55ഓളം പിള്ളേരെ ഉള്ളിൽ നേപ്പാളിലെ ട്രൈബൽസിലെ പിള്ളേരെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവർ വഴി ലക്ഷ്മൺ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ ഒരു ഹോം സ്റ്റേ പോലെ ഉണ്ട്. അവിടെ നല്ല താമസിച്ച നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടി. ലക്ഷ്മൺ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സിം കാർഡ് എടുത്തു തന്നു, പൈസ മാറി തന്നു, എന്ത് വേണമെന്നായിരുന്നു പുള്ളി. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഈ പാസ്, അതായത് നേപ്പാൾ ബോർഡറിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഇന്ത്യൻ സിറ്റിസണിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് ഐഡി, ആധാർ കാർഡിനെക്കാളും അവർ കൂടുതൽ പറയുന്നത് വോട്ടേഴ്സ് ഐഡിയാണ്. ആധാർ കാർഡ് അവർ അംഗീകരിക്കില്ല. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടേഴ്സ് ഐഡി മതി. അത് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി കൊടുക്കുക. അത് കഴിഞ്ഞ് വണ്ടിക്ക് നമ്മൾ ഒരു ദിവസത്തേക്ക് 600 രൂപ അങ്ങനെ കണ്ടാണ് അവിടെ എൻട്രി. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എത്ര ദിവസമാണ് നമ്മൾ നേപ്പാളിലേക്ക് കയറുന്നോ, 6 ദിവസമാണ് അല്ലെ 7 ദിവസമാണെങ്കിൽ ഒരു 1-2 ദിവസം കൂടെ കൂടുതൽ ഇട്ടേക്കാം. അത് 600 രൂപ പോയി എന്നൊന്നും നോക്കണ്ട. അത് അവിടുത്തെ പൈസയാണ്, നേപ്പാൾ കറൻസി 600. അത്രയും കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ മേടിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ യാദൃശ്ചികമോ വൈകുവോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ പെട്ടുപോകരുത്. കാര്യം ഇതെല്ലാം എക്സിറ്റ് അടിക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ പേപ്പർ ഉണ്ടോ, RC ബുക്കോ വണ്ടിയുടെ ഒരു സാധനം അവർക്ക് വേണ്ട, ഒരു 2 പേപ്പർ തന്നിട്ടുണ്ട്. ആ പേപ്പർ മാത്രം അവർ നോക്കൂ. അതായത് ഓരോരുത്തരുടെ വിസ ഉൾപ്പെടെ. വിസ വേണ്ട. പിന്നെ നമുക്ക് ഒരാൾക്ക് ഇത്ര രൂപ വെച്ചിട്ട് ഒരു RTO ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസിന്റെ പെർമിറ്റ് കൂടി നമ്മൾ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പിന്നെ തിരിച്ചു വന്നിട്ട് നേരെ ലുംബിനി പോയി. അവിടെ നിന്ന് തിരിച്ച് പിന്നെ നാരായൺഘട്ടിൽ പോയി. നാരായൺഘട്ടിലാണ് ഇവർ ഈ ബോബിയും ജോസഫ് സാറും ഉള്ളത്, അവരുടെ വീടാത്. ഞങ്ങൾ എന്നിട്ട് അവിടെയാണ് താമസിച്ചു. 2 ദിവസം അവിടെ താമസിച്ചു, വില്ലേജിലൊക്കെ പോയി. എത്ര നാൾ സ്പെൻഡ് ചെയ്തു നേപ്പാളിൽ? ടോട്ടല് ഒരു 5 ദിവസം. 6 ദിവസം. 6 ദിവസത്തിൽ ഒരു ദിവസം നമുക്ക് എന്താണെന്നറിയില്ല, കേരളത്തിൽ നിന്ന് പോയോണ്ടാന്ന് തോന്നുന്നു അവിടുത്തെ 2 ദിവസത്തെ സ്ട്രൈക്ക് കിട്ടി. നേപ്പാളിൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു കാഠ്മണ്ഡുവിൽ വെച്ച്. അത് അവർക്ക് രാജഭരണം തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലത്തെ ചെറിയൊരു ബന്ധ്, വണ്ടിയൊന്നും പുറത്തിറക്കാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് പോയതിന്റെ ആഫ്റ്റർ എഫക്ട് ആയിരിക്കും. അപ്പം 46 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അപ്പം നിങ്ങൾ മാറി മാറി ഓടിച്ചു, 5 പേര് അല്ലേ? 4 പേര് മാറി മാറി ഓടിച്ചു. അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയോ? വണ്ടിയുടെ ഒക്കെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ തോന്നി? കാരണം ഒരു 46 hours ഒരു എൻജിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3000 cc മുകളിൽ കപ്പാസിറ്റി ഉള്ള ഒരു എൻജിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വണ്ടിക്ക് അത് എങ്ങനെ, ഇത് ടൊയോട്ടയ്ക്ക് അതൊരു പ്രശ്നം, നോർമൽ ഒരു ലോങ് ജേർണി പ്രശ്നമല്ല എങ്കിൽ ഇടയ്ക്ക് ഒരു ഹോൾട്ട് എടുക്കണമല്ലോ.
അത് എടുക്കാതെ എടുത്തപ്പം വണ്ടിയുടെ ബിഹേവിയർ അങ്ങനെ ഒരു പെർഫോമൻസ് സൈഡ് ബാധിക്കുവോ, ടെമ്പറേച്ചർ ഗേജ് കയറുവോ, മൈലേജ് ഡ്രോപ്പ് ആവുമോ, അങ്ങനെ ഒരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടായില്ല. നമുക്ക് എല്ലാ ആവറേജ് മൈലേജ് ഒരു 12.5 ഒക്കെ തന്നെ ആവറേജ്. അപ്പൊ എന്തായാലും 100+ ആയിരിക്കും. നമ്മൾ ഓവറായിട്ട് ആർക്കും എത്ര ഒരു ആവറേജ് ഒരു 120 അതെ നമുക്ക് ഹൈവേയിൽ അംഗീകരിച്ചേക്കുന്ന സ്പീഡ് ലിമിറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ 120 വരെയൊക്കെ ഉണ്ട്. നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോയേക്കാം. സ്പീഡ് ലിമിറ്റിലാണ് പോയിരിക്കുന്നത്. അതുകൂടെ ഹൈലൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഇത്രയും ടൈമിൽ എത്താൻ വേണ്ടി ഓവർ സ്പീഡ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കാൽക്കുലേറ്റ് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി എത്ര ടൈം എടുക്കും. അതായത് ഗൂഗിൾ മാപ്പിൽ ഇപ്പം നമ്മൾ നോക്കിയല്ലോ, ഒരു ഏകദേശം 46 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ ഈ പറഞ്ഞ സൊനോലി ബോർഡർ വരെ കാണിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സെയിം 46 മണിക്കൂർ കൊണ്ട് തന്നെ എത്തി. അതിനിടയ്ക്ക് ഒരു 2 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാനോ അല്ല 2, 3, 4 മണിക്കൂർ ടോട്ടൽ എടുത്തിട്ടുണ്ടാവും. അത് ഉൾപ്പെടെയാണ് ഈ 46 മണിക്കൂർ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ആ വണ്ടിയുടെ ബിഹേവിയറിന്റെ കാര്യങ്ങൾ വണ്ടി നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ടൊയോട്ട ഫോർച്യൂണർ ഞങ്ങൾ ഭയങ്കര ഇതിനോടൊരു ഫാൻ ആയെന്ന് തന്നെ പറയാം. അതായത് നമ്മളിൽ ഒരാളായിട്ട് നമ്മളെക്കാളും നന്നായിട്ട് തന്നെ ഫുൾ പവറിൽ ചാടി എന്ത് വേണോന്ന് ചോദിക്കണത്. അതുപോലെ ഈ നാരായൺഘട്ടിന്ന് ഒക്കെയുള്ള റോഡുകളൊക്കെ ഭയങ്കര, അതായത് ഞങ്ങൾ ഇതുവരെ ട്രാവൽ ചെയ്തേക്കുന്നതിൽ എക്സ്ട്രീം കട്ടറുള്ള റോഡ്. സൊനോലിൽ നിന്ന് നേപ്പാളിലേക്ക് നാരായൺഘട്ടിലേക്ക് പോകണമല്ലോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ വിടുക 3.5 മണിക്കൂറാണ് ഗൂഗിളിൽ കാണിച്ചത്. 187 കിലോമീറ്റർ ഇരിയാ വണ്ടി ഓടിച്ചത്. ഞാൻ ഇയാളെ ഓടിച്ചിരുന്നേ. അപ്പൊ ഇടയ്ക്ക് ചായ കുടിക്കാൻ എനിക്ക് 40 കിലോമീറ്റർ ഓടിച്ചു. അപ്പൊ എന്താ അറിയോ, നല്ല റോഡായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ റോഡല്ലേ കുറച്ചു നേരം ഇരുന്ന് ഓടിക്കാം. ഞാൻ കേറി ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, 1 മണിക്കൂറൊന്നും എടുത്തില്ല. വലിയ കുഴികളൊക്കെയാ. പക്ഷെ അവിടുത്തെ ആൾക്കാരില്ലേ സ്വിഫ്റ്റ് വരെ ചവിട്ടണമൊന്നുമില്ല, തെറിച്ച് ഇങ്ങനെ പോണേ. നമുക്ക് പറ്റില്ല, നമ്മൾ ഇത്ര ലോഡ് ഉള്ളതുകൊണ്ട്. ലോഡ് മാത്രമല്ല, നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തോന്നില്ല. ഒരു വണ്ടിയെ എന്തെങ്കിലും ഒരു വണ്ടിയോട് ഒരു ചെറിയ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഫസ്റ്റ് സെക്കൻഡും മാത്രം എടുത്ത് തേർഡിലേക്കൊന്നും ഇട്ടത് പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം 8.5 മണിക്കൂർ എടുത്തു നാരായണഘട്ടിലത്. 3.5 മണിക്കൂർ കാണിച്ചത് 3.5 മണിക്കൂർ എന്നുള്ള സ്ഥലം നമ്മൾ 8.5 മണിക്കൂർ എടുത്തു. പക്ഷേ അല്ലേ ഒരു 3-4 വർഷത്തിനുള്ളിൽ ആ റോഡ് മാരക റോഡായിരിക്കും. കൺസെഷൻ കാര്യം നമ്മൾ റീസെന്റ് ഒരു ലണ്ടൻ ടു കേരള യൂസർ എക്സ്പീരിയൻസ് ചെയ്തത് കണ്ടിരുന്നു. അതിനകത്തും പറഞ്ഞിരുന്നു നേപ്പാളിൽ നിന്നുള്ള രാജേഷ് ഏട്ടനായിരുന്നു സംസാരിച്ചത്. നേപ്പാളിൽ നിന്നുള്ള ഭാഗങ്ങൾ 2-3 വർഷം കൂടെ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല റോഡ് ചിലപ്പോൾ റോഡായിരിക്കും. അതായത് എങ്ങനത്തെ റോഡായിരിക്കും എന്ന് പറയും. നമ്മുടെ ഗ്യാപ്പ് റോഡ് ഇപ്പൊ 2ാമത് വന്നിട്ടില്ലേ, 3 അതിനെ അതേപോലത്തെ വഴികളാണ്. അതുപോലെ ഇങ്ങനെ കട്ട് റോഡുകളാണ്. റോഡ് പണിയേക്കുന്ന വീതി, പാറ പൊട്ടിച്ചേക്കുന്ന വീതി എന്ന് പറഞ്ഞാൽ ചെറിയ വീതി. കൺസെഷൻ നടക്കുന്നത് അന്യായ കൺസെഷനാ. നല്ല സ്പീഡില് ഹെവി മെഷീൻസ് വെച്ചിട്ട് പണി നടത്തുന്നുണ്ട്. അത് ഒന്നും പറയാനില്ല. അത് ഉറപ്പായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ റോഡ് കൂടി ഒന്നുകൂടി നമുക്ക് ഇത് കാണുന്ന ആൾക്കാരും പോണം. അതായത് നേപ്പാൾ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഒരു ഈസി ആയിട്ട് ഒരു അതർ കൺട്രി, അതൊരു ക്രോസ് കൺട്രി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസരമാണ്. ഉറപ്പായിട്ട് നിഫിനും ഒന്ന് ട്രൈ ചെയ്യണം. ഞാനും ചെറിയൊരു ബൈക്ക് റോഡ് ഒന്ന് ട്രൈ ചെയ്യണം ഒരിക്കൽ. ഞാൻ ഏതായാലും അടുത്ത മാസം ഒരു ജേണി പോകുന്നുണ്ട്. നോർത്ത് മണാലി, വാരണാസി ഒക്കെയാണ്. അല്ല അല്ലാതെ നമ്മള് സുഹൃത്തുണ്ടല്ലോ നന്ദൻ, നന്ദനെ ഞാൻ കോൺടാക്ട് നമ്പർ തരാം. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നന്ദൻ ആളൊരു വാരണാസി എല്ലാം അവിടെ നന്ദൻ മണാലിയിൽ നിങ്ങൾക്ക് എന്താവശ്യം രവീഷ് നന്ദൻ, മല്ലു സിംഗിന്റെ ഓണർ. ഇപ്പോൾ മിക്കവാറും ഫേസ്ബുക്കിലൊക്കെ ഫുൾ ലൈവ് ആക്റ്റീവാണ്. പുള്ളിക്ക് അവിടെ ഇപ്പൊ ഒരു രണ്ടാമതൊരു അടിപൊളി പ്രോപ്പർട്ടി കൂടി എടുത്തിട്ടുണ്ട്. 38 റൂംസ് ഉണ്ട് അവിടെ. പുള്ളി ഇപ്പൊ ഒരു പാക്കേജ് വെച്ചിട്ടുണ്ട് 650 രൂപ പെർ ഹെഡ്. ഒരു മനുഷ്യനും ചെയ്യില്ല. 3500 രൂപയ്ക്ക് ഡൽഹി ടു ഡൽഹി മണാലി 3 ദിവസം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുള്ളി 3500 രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്. 6500 രൂപയായിരുന്നു. നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ, അപ്പം അങ്ങനെ യാത്ര പോകണമെന്നുണ്ട്. ഏതായാലും സാധിക്കട്ടെ. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഡയറക്റ്റ് അങ്ങെത്തി. ഇടയ്ക്കൊരു ബുദ്ധിമുട്ടുകൾ ഫോർച്യൂണർ കൊടുത്തില്ല അല്ലേ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത് ഒരു പാർട്ടായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറേ ലോങ് ആയിപ്പോൾ ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാം. ബാക്കി ഇതിൻ്റെ യാത്രാ ചെലവുകൾ നമുക്കറിയാനുണ്ട്. വണ്ടിയിൽ എന്തെങ്കിലും പാർട്സ് മാറ്റേണ്ടി വന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ, യാത്രയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. ടോട്ടൽ എക്സ്പെൻസും ഫ്യൂവൽ എക്സ്പെൻസും എല്ലാം. അപ്പോൾ അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ആ വീഡിയോ ഉടനെ ഇരുന്നായിരിക്കും. സ്റ്റേ എല്ലാം കൂടെ എടുത്ത് വരുമ്പോൾ എത്ര എമൗണ്ട് ആയിട്ടുണ്ട്? അല്ലെങ്കിൽ ഫുഡൊക്കെ ഒരു ആവറേജ് നമുക്ക് ഒരു ദിവസം, അതായത് 3 നേരം നമ്മൾ മാന്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 1500 രൂപ
ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. 3-4 ദിവസം നടന്നിട്ട് വേണം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലാൻ. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഈ ലക്ഷ്മണനെ വിളിക്കുന്ന സമയത്ത് ഒരുത്തം വന്നു അതിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞ് ദൈവത്തോർത്ത് നിങ്ങൾ ഒന്ന് വിടും, ഞങ്ങളുടെ കാര്യം ജോലി ചെയ്യട്ടെ, നമുക്ക് ആലോചിക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു നേപ്പാൾ ബോർഡറിനകത്ത് കയറിയാൽ ഇങ്ങനെ ഇന്ന പോലെയൊക്കെ. നമുക്ക് പിന്നെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഈ യാത്ര പോയി പരിചയമുള്ളതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ നേരിട്ട് തന്നെ പോകുള്ളൂ.